ഇനിയിപ്പോൾ നമുക്ക് ഒരു സിനിമാ വിശേഷത്തിലേക്ക് ഒന്നല്ല രണ്ട് സിനിമാ വിശേഷങ്ങളിലേക്ക് നമ്മൾ പോവാണ്. സിനിമാ പ്രേമികളൊക്കെ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരുന്ന മമ്മൂട്ടി മോഹൻലാൽ കൂട്ടുകെട്ടിനെത്തുന്ന പാട്രിയറ്റ് ചിത്രത്തിന്റെ ടീസർ പുറത്തിറങ്ങിയ ദിവസമാണിന്ന്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം വലിയ സ്വീകാര്യതയോടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം മറ്റൊരു വിശേഷം, അത് കാന്താരയാണ്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് കാന്താര ചാപ്റ്റർ 1 തിയേറ്ററുകളിൽ എത്തിയ ദിവസം കൂടിയാണ് ഇന്ന്. ആഗോള റിലീസായി എത്തിയ ഈ ചിത്രത്തിന് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും വളരെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം തന്നെ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വലിയ ചരിത്രം സൃഷ്ടിക്കുമെന്നാണ് കണ്ടിറങ്ങിയവരുടെയൊക്കെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ അല്ല എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്ന് നമ്മുടെ ലിജൻ കെ ഈപ്പൻ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഈപ്പ, ഒരു സിനിമയുടെ ടീസർ, അത് വെറും ഒരു ടീസർ അല്ല, നമ്മൾ മലയാളികൾ എത്രയോ കാലമായി കാണാൻ കാത്തിരുന്ന നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ ഒന്നിക്കുന്ന പാട്രിയറ്റിന്റെ ടീസർ. മറ്റൊന്ന് ഇന്ത്യൻ സിനിമ ആരാധകർ കാത്തിരുന്ന കാന്താരയുടെ 2ാം ഭാഗം, കാന്താര ചാപ്റ്റർ 1. ഇത് രണ്ടും സംഭവിച്ചൊരു ദിവസമാണിന്ന്. അങ്ങനെ രണ്ട് വലിയ വിശേഷങ്ങൾ. ഈപ്പൻ ഏതിൽ നിന്ന് ആദ്യം തുടങ്ങുന്നു? ഇഷ്ടംപോലെ ചെയ്തോ. ഓക്കെ സേതു, എനിക്കൊന്ന് ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് സിനിമാ ലോകത്ത്, ഇന്ത്യൻ സിനിമാ ലോകത്തെ സംബന്ധിച്ച് ഒരു മാജിക്കൽ ഫ്രൈഡേ എന്ന് പറയാൻ പറ്റും. അതായത് വിപ്ലവകരമായ അല്ലെങ്കിൽ കാഴ്ചയെ ഭ്രമിപ്പിക്കുന്ന ടീസറും സിനിമയും ജനിച്ച ദിവസമാണ്. നമുക്കപ്പോൾ ആദ്യം പാട്രിയറ്റ്, നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ച പാട്രിയറ്റിൻ്റെ വിശേഷങ്ങൾ തന്നെ തുടങ്ങാം. അതായത് ടീസർ വന്നു കഴിഞ്ഞു. ടീസർ 1.5 മിനിറ്റുള്ള ടീസർ പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇന്നലെ തന്നെ മമ്മൂട്ടി ഫേസ്ബുക്കിലൂടെ അനൗൺസ് ചെയ്തിരുന്നു, സോഷ്യൽ മീഡിയ അനൗൺസ് ചെയ്തിരുന്നു ഉച്ചയ്ക്ക് വരും എന്നുള്ളത്. ആൾക്കാർ കാത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ടീസറിൽ തന്നെ സൂചന തരുന്നു, 2 പേർ ഒന്നിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിച്ചെന്ന്. ഫഹദിൻ്റെ ഒരു ഡയലോഗുണ്ട്, അത് ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ മോഹൻലാൽ മമ്മൂട്ടി ഒന്നിച്ച് സ്ക്രീൻ പ്രസൻസ്. അതായത് അവർ, നമുക്കറിയാം, ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ സൂപ്പർ താരങ്ങളായ 2 പേർ. അവർ ഇത്ര 50-ലധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ ഇടവേള കഴിഞ്ഞ് അവരൊരു സൂപ്പർ സ്റ്റാറിൻ്റെ അപ്പുറത്ത് മെഗാ സ്റ്റാർ അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഐക്കോണിക് മുഖമായതിനു ശേഷം 2 പേർ ഒന്നിക്കുകയാണ്. പ്രേക്ഷകർ കാത്തിരിക്കുന്നതാണ്. നമ്മൾ അതിൻ്റെ ഒരു മാസ് കണ്ടത് ചിലപ്പോൾ ഒരു 2020-ലായിരിക്കും. അതിൻ്റെയൊക്കെ അപ്പുറം അതൊരു മാസ് മസാലയായിരുന്നെങ്കിൽ ഇവിടെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു ക്ലാസും. നമുക്കറിയാം, മഹേഷ് നാരായണൻ്റെ സിനിമയാണ് ടേക്ക് ഓഫ് പോലുള്ള ആദ്യത്തെ സിനിമ, സംവിധാനം ചെയ്ത ആദ്യത്തെ സിനിമയിലൂടെ തന്നെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച കാമ്പും കരുത്തുമുള്ള കഥയും തിരക്കഥയും പ്രതിഭകളെയും കൊണ്ട് നിർത്തിയ സംവിധായകൻ മമ്മൂട്ടി മോഹൻലാൽ എന്ന ഐക്കോണിക് മുഖങ്ങളെ കൊണ്ട് നിർത്തുമ്പോൾ അവർ രണ്ടും ഒന്നിച്ച് സ്ക്രീൻ പ്രസൻസ്, ഒരു ഫ്രെയിമിൽ 2 മുഖങ്ങൾ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആവേശം, അതിനുള്ള സൂചന ഈ ടീസർ തന്നു കഴിഞ്ഞു. ടീസറാണ് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള ടീസറാണ്. അതിൽ തന്നെ ഉണ്ട് 2 കുറേ ആക്ഷൻ സീനുകളുണ്ട്, ഡയലോഗുകളുണ്ട്, ഒപ്പം വലിയൊരു താരനിരയുണ്ട്. അതായത് ഇന്ത്യൻ സിനിമയിലെ വലിയൊരു താരനിര, നയൻതാര, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, രേവതി, രാജീവൻ തുടങ്ങിയ വലിയൊരു പ്രതിഭകളുടെ ഒരു സംഗമം. ശരിക്കും പറഞ്ഞാൽ പ്രതിഭകളുടെ സംഗമമാണ് ഈ സിനിമ. അത് മലയാളത്തിനൊരു ദൃശ്യ വിരുന്നായിരിക്കും. പക്ഷെ നമ്മൾ കാത്തിരിക്കണം. കാരണം മമ്മൂക്ക വീണ്ടും റീജോയിൻ ചെയ്തേ ഉള്ളൂ. ഇനി കൊച്ചിയുണ്ട്, ഇനി ദുബായിലൊക്കെ ഷൂട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2026 വരെ കാത്തിരിക്കണം. ആ കാത്തിരിപ്പിനുള്ള ബെല്ലാണ് മുഴങ്ങിയത്. അതിങ്ങനെ ഒരു വിസ്മയ കാഴ്ചയായിട്ട്. പിന്നെ സിനിമയുടെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ വന്ന് ഭവിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് കാന്താരയിലോട്ട് പോയാൽ ഋഷഭ് ഷെട്ടി പ്രതീക്ഷ തെറ്റിച്ചില്ല അല്ലേ? അതൊരു ഹൈപ്പിൻ്റെ ഹൈപ്പ് എന്ന് പറയേണ്ടി വരും. അതായത് എപ്പോഴും ഒരു 2ാം ഭാഗം, ഒരു സിനിമയ്ക്ക് 2ാം ഭാഗം ഇറങ്ങുക എന്നുള്ളത് ഒരു സിനിമയെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്വമാണ്. നമ്മൾ സമീപകാലത്ത് കണ്ട കാഴ്ചകൾ നോക്കുകയാണെങ്കിൽ 2ാം ഭാഗം അല്ലെങ്കിൽ വലിയ സിനിമകൾ വരുമ്പോൾ ഹൈപ്പ് ഭയങ്കരമായിരിക്കും. അതിൻ്റെ ഒപ്പം എത്താൻ പറ്റാത്തതോടെ പ്രേക്ഷകർ നിരാശരാവുന്ന കണ്ടതെങ്കിൽ അതെല്ലാം തിരുത്തിക്കുറിച്ച് കാന്താര ഒരു മാജിക്കൽ ഫ്രെയിം, അതായത് മാന്ത്രിക കാഴ്ചയായി ഒരുക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, കാന്താരയുടെ പശ്ചാത്തലം അറിയാം, കാടും വനങ്ങളും മഴയും പുഴയും ഗോത്രവർഗവും മായക്കാഴ്ചകളും ഗുളികനും ഒക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ അതിൻ്റെ എല്ലാം എക്സ്ട്രീമിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് സംവിധായകനായും നായകനായും നിറഞ്ഞിരിക്കുന്ന ഋഷഭ് ഷെട്ടിക്ക് തന്നെയാണ് ഈ സിനിമയുടെ വിജയത്തിൻ്റെ കയ്യടി. അദ്ദേഹം സിനിമ, അതായത് കുറച്ച് നാളായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം ആ ഒരു കാലഘട്ടം ഒരുക്കി, അത്രയും വലിയ സെറ്റ് ഒരുക്കി. നമുക്കറിയാം, അതായത് കാന്താരയുടെ ഫസ്റ്റ് പാർട്ടിൽ ക്ലൈമാക്സിലെ ഒരു 15-20 മിനിറ്റ് ആയിരുന്നു നമ്മളെ അഡ്രിനൽ റഷ് ഒരുക്കിയെങ്കിൽ ഈ സിനിമയിൽ അത് ആദ്യം മധ്യാന്ത്യമുണ്ട്. അതായത് പ്രേക്ഷകർക്ക് ഓരോ സമയത്തേക്കും ഒരു പ്രതീക്ഷയും താഴെ പോകാത്ത അവർ കൊണ്ടുപോകുന്നുണ്ട്. അതിൽ നമുക്ക് മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ നായകൻ ജയറാമേട്ടൻ സമീപകാലത്ത് നമ്മൾ കണ്ടുകൊണ്ട് അന്യഭാഷകളിലൊക്കെ പോകുമ്പോൾ ചില റോളുകൾ നല്ലതാവും, ചില റോളുകൾ ചിലപ്പോൾ കോമിക്കായിപ്പോഴും നമ്മൾ നിരാശ നമ്മുടെ ജയറാമേട്ടൻ. പക്ഷേ ഈ സിനിമയിൽ നായകനൊപ്പം നിൽക്കുന്ന, കൂടുതൽ പറഞ്ഞ സ്പോയിലർ, ഇപ്പോൾ നായകനൊപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രമാണത്. അവിടെ ജയറാമേട്ടൻ താരമായും നടനായും മാറുന്നു, ഒപ്പം നായിക. പിന്നെ ടെക്നിക്കൽ വശങ്ങൾ പറയുകയാണെങ്കിൽ കളർ ഗ്രേഡിങ്, ഗ്രാഫിക്സ്, വിഷ്വൽ, മ്യൂസിക്കാണ്. നമുക്കറിയാം, കാന്താരയെ നമ്മളെ ഒരു അഡ്രിനൽ ഉണ്ടാക്കിയ മ്യൂസിക്കായിരുന്നു അവസാനത്തെ 15 മിനിറ്റെങ്കിൽ ഈ സിനിമയിൽ അജനീഷ് ലോകനാഥ് ഒരുക്കിയ സംഗീത പശ്ചാത്തലം അത് ആ മായക്കാഴ്ചയും വനത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയാണ്. ഒരു ഗോത്രവർഗ്ഗങ്ങളുടെയും, പിന്നെ നമ്മളെപ്പോഴും നമ്മൾ വർഷങ്ങളായിട്ട് പറയുന്നതാണ് അതിജീവനത്തിൻ്റെ ഒരു പ്രതിരോധം ഉണ്ടല്ലോ. അതായത്
അതിജീവികളുടെ അത് കുറച്ച് ഓക്കെ, ഇപ്പൊ അപ്പോൾ പ്രതിരോധിച്ചു. സിനിമാ ലോകത്തെ സംബന്ധിച്ച് നല്ല രണ്ട് വിശേഷങ്ങൾ ഉണ്ടായ ദിവസം കൂടിയാണ് കാന്താരയും അതേപോലെ തന്നെ പാട്രിയറ്റിന്റെയും. അപ്പോൾ ഇപ്പൊ കാന്താരയിൽ ഇപ്പം പറഞ്ഞ് അവസാനിപ്പിച്ച പോലെ അവസാനത്തെ 10 മിനിറ്റ് സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും എന്നൊക്കെയാണ് ഈ കണ്ടിറങ്ങിയവരുടെയൊക്കെ കമന്റുകളൊക്കെ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ സിനിമ കണ്ട് നമുക്കും അത് ആസ്വദിക്കാം.